ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോ ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് പുതിയൊരു വീഡിയോ ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. 2 ദിവസം ഒന്ന് ലേറ്റ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ വഞ്ചി വൃത്തിയാക്കണതും അങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ആയിരുന്നു തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ്. നമ്മൾ വഞ്ചിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങളെല്ലാവരും പുഴയിലിറങ്ങി കുളിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ പുഴയിൽ ഇപ്പോഴും ഉപ്പുവെള്ളമായിട്ടില്ലേന്ന്. ഇത് ഞാൻ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ച വീഡിയോസാണ്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് വഞ്ചിയിൽ വൃത്തിയാക്കിയിട്ട് കുളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഈ വഞ്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ മാമാടെ വഞ്ചിയാണ്. ഇത് പിടിച്ചിട്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ എടുക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നീന്തൽ അറിയില്ല. എനിക്ക് ആകെ കൂടി അറിയാവുന്ന ഒരു കാര്യമാണ് വഞ്ചി പിടിച്ചിട്ട് നീന്തൽ. ഏറ്റവും ബാക്കിലുള്ളത് എൻ്റെ മൂത്ത മാമൻ്റെ മോനാണ്. ഇവൻ്റെ കയ്യിലാണ് ട്യൂബ് ഉള്ളത്, അതായത് ആ ടയറിൻ്റെ ഉള്ളിൽ കിട്ടുന്ന സംഭവം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമായിട്ടാണ് വിചാരിച്ചിട്ടുള്ളത്. ഇത് കണ്ടിട്ട് മറ്റവന് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ 4 പേര് നിൽക്കണോടത്ത് മുട്ടൻ ചെളിയാണ് കേട്ടോ. നമ്മൾ കാല് കുത്തി കാല് പൊക്കുമ്പോൾ കറുത്ത വെള്ളമായിട്ടാണ് വരുന്നത്. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവേണ്ടത് എനിക്കറിയില്ല. നല്ല ചെളിയുടെ സ്മെല്ലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കുളി, ഇത് കുളി എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു കളി. ഈ കുളി കഴിഞ്ഞിട്ട് പിന്നെ നന്നായി നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കഷ്ടപ്പെട്ട് കുളിക്കേണ്ടി വരും. അത്രയധികം ചെളിയുണ്ട്. ചെളിയുടെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഡാൻസും പാട്ടൊക്കെ വരും. ഞങ്ങൾ മെയിനായിട്ട് കളിയാണ്, മുങ്ങിയിട്ടുള്ള കളികൾ. ഈ മഴക്കാലം ആകുമ്പോഴല്ലേ നമുക്കിങ്ങനെ കുളിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ഇതിൽ നല്ല അടാറ് ഉപ്പുവെള്ളമാണ്. നമുക്ക് ജസ്റ്റ് ഇറങ്ങാൻ പോലും പറ്റാത്ത അത്രയും ഉപ്പുവെള്ളമാണ്. കടൽ വെള്ളം തന്നെ. വീഡിയോ എടുത്തരണത് എൻ്റെ 2ാമത്തെ മാമൻ്റെ മക്കളാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം മാമിയുണ്ട്. അപ്പോൾ മാമി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ മുങ്ങണ ആൾക്കാർക്ക് ശബനയുടെ വക മന്തി വാങ്ങിച്ചിരുന്നു. ഒരു മന്തിയിൽ ഒതുങ്ങില്ല, അത്രയധികം ആൾക്കാരുള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് തപ്പി നിന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുങ്ങാന്ന് പറഞ്ഞാൽ ഞാനതിൽ ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഷോൾ ഇട്ടിട്ടുള്ളതുകൊണ്ട് അധികം മുങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ ഫാറൂഖ് മുങ്ങിയിട്ടൊന്നുമില്ല. ഇവർ 2 പേരിലും മമ്മൂസ് തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവരായിട്ട് കുറച്ച് നേരം ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളായിട്ടൊക്കെ ഇങ്ങനെ കളിച്ചിരുന്നു. ഇപ്പം ഇവരെ ഞാനല്ല ഇങ്ങനെ കളിപ്പിക്കാനുള്ളൂ എന്ന് വെച്ചിട്ട് ഞാനിത് ആ പുലിവാൽ കല്യാണത്തിന് ജയസൂര്യയുടെ അസ്ഥികൂടം പൊക്കണ പോലെ പൊക്കിയിട്ട് ഫറനായിട്ട് കുറച്ച് നേരം റൗണ്ട് അടിച്ച് കളിച്ചു. അങ്ങനെ കുറേ നേരം കളിച്ചു. കളിയെന്നല്ല, ചെളിയിൽ കളിച്ചു എന്ന് പറയായിരിക്കും നന്നാവുക. വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ എത്രയായാലും മടുക്കാത്ത ഒരാൾക്കാരാണ് ഞങ്ങളെല്ലാവരും. നിങ്ങളും അങ്ങനെ തന്നെയാവും. ഇവൾക്ക് എത്ര കളിച്ചാലും കളി മതിയാവില്ല. അങ്ങനെ 2 പേരെയും നീന്തൽ പഠിപ്പിക്കുകയാണ് കേട്ടോ. ഇവരെ പഠിപ്പിക്കാമെന്ന് എന്നെ വേണം പറയാൻ. മുഖത്തേക്ക് വെള്ളമായിട്ടൊരു രക്ഷ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ ആ ദൗത്യം അവസാനിച്ചു. കുറേ നേരം ഇരുന്നിട്ടാണ് ഫാറൂഖ് ആ ട്യൂബ് ഊരിയിട്ട് ആ മമ്മൂസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന രംഗാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി നമ്മളെ വഞ്ചി ക്ലീനായി. ഇതാ വഞ്ചി ഒന്ന് കാണിച്ചത്. വഞ്ചി നല്ല ക്ലീനായിട്ടുണ്ട്. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും വരാം. പിന്നെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് കുറേ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കുറേ കുറവുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനിയുള്ള വീഡിയോയിൽ ഇൻഷാല്ല നല്ല അടിപൊളിയാക്കുന്നുണ്ട്. പിന്നെ ഇത് പുഴയല്ല, കനോലി കനാലാണ്. ഇതിപ്പോൾ ഞങ്ങൾ പുഴ എന്നാണ് പറയുക, കനാലിന് ആരും പറയാറില്ല. നമ്മൾ അന്നത്തെ മൈന വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. മൈനക്ക് വീഡിയോ എടുക്കാൻ മാത്രമല്ല അറിയില്ല. പിന്നെ വെള്ളം ഭയങ്കര കുറവായതിനെ കൊണ്ട് കുളിക്കുമ്പോൾ നല്ല ചെളിയുടെ സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ കുളിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ചെളിയുടെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇതിൽ എലിയുടെ ഒക്കെ കാഷ്ടമുള്ളതാണ് നമ്മൾ പുഴയിൽ നിന്ന് കുളിച്ചത്. അപ്പോൾ അതെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് 2 ആൾ ഇതാ നെയ്ച്ചോറ് ബീഫ് ഒക്കെ കഴിക്കണം. ഇത്ര നേരം വഞ്ചി വൃത്തിയാക്കിൻ്റെ കഷ്ടപ്പാടിലാന്ന് തോന്നുന്നു.
കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ടാവും. രാവിലെ 11 മണി മുതൽ ഈ ഒരു 5 മണി വരെ എൻ്റെ കൂടെ ഒന്ന് കട്ടക്ക് നിന്നവരാണ് ഇവർ. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കണത്. ഇവരെ ഫുഡ് കഴിക്കൽ കണ്ടിട്ട് എനിക്ക് കൊതി സഹിക്കാതെ ഞാനും ഒരു പ്ലേറ്റ് ഗീ റൈസും ബീഫ് റോസ്റ്റൊക്കെ എടുത്തിട്ട് ഇവരെ അടുത്തിരുന്ന് കഴിക്കുകയാണ്. അപ്പം നമ്മൾ ഈ കുഞ്ഞി വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണേ. അടുത്ത വീഡിയോ